കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ CJ റോയ് സർ ആത്മഹത്യ ചെയ്തു. നമ്മൾ 2 ദിവസമായിട്ട് കേൾക്കുന്ന ന്യൂസാണ്. ഫസ്റ്റ് നമ്മൾ കേട്ടു ED റെയ്ഡ് വന്ന് അപ്പം അവരെ ടെൻഷനാക്കി മാനസിക സമ്മർദ്ദം താങ്ങാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു. പിന്നെ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ IT റെയ്ഡാണ്. ED അല്ല, IT റെയ്ഡാണ്, ഇൻകം ടാക്സിൻ്റെ റെയ്ഡാണ് വന്നതെന്നാണ് നമ്മൾ പിന്നെ കേട്ടത്. അതിൻ്റെ ഫലമായി പേപ്പറൊക്കെ ചോദിച്ചു. അപ്പോൾ അത് എടുക്കാമെന്ന് പറഞ്ഞ് റൂമിൽ കയറി ആത്മഹത്യ ചെയ്തു. പിന്നെ ആ സമയത്ത് CCTV വർക്കിംഗ് അല്ല, റൂമകത്തൊന്നും പൂട്ടിയ നിലയിൽ. റൂമകത്തൊന്നും പൂട്ടുന്നതെന്നുള്ളത് ഇപ്പോഴത്തെ വലിയ ട്രെൻഡ് അനുസരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം സെൻസർ വെച്ചിട്ട് വാതിൽ തുറന്നു കഴിഞ്ഞതിന് ശേഷം അകത്ത് കയറിയാൽ പുറത്ത് പോയി വാതിൽ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ആ വാതിൽ പുറത്തുനിന്ന് നമുക്ക് തുറക്കാൻ പറ്റില്ല. അകത്തുള്ള ആളത് തുറന്നാൽ മാത്രമേ അത് തുറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഉണ്ട്. ഞാൻ എൻ്റെ ഓൺ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞാണ്, ഊഹം വെച്ച് പറഞ്ഞല്ല. ഞാനിപ്പം ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് നമ്മൾ പോയ സമയത്തുള്ള ഹോട്ടലിൽ നമ്മൾ കണ്ടൊരു സിസ്റ്റമാണ്. അപ്പോഴാണ് മനസ്സിലാവും ഇങ്ങനെയും ചെയ്യാൻ പറ്റൂല. അകത്ത് കയറി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വാതിൽ ലോക്കായി പോയാൽ പിന്നെ നമുക്കത് തുറക്കാൻ പറ്റൂല. അകത്തുള്ള ആൾ തുറന്നു തരണം, അല്ലെ പിന്നെ അതിൻ്റെ ആ സെൻസറിങ്ങിൻ്റെ അത് വെച്ചിട്ട് തുറക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മൾ കേൾക്കുന്നത് എന്താണ്? 9 പേജുള്ള ആത്മഹത്യാ കുറിപ്പ്. അപ്പോൾ സാറ് എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ സാറ് പെട്ടെന്നുള്ള തീരുമാനമല്ല, അല്ലേ? സാറ് കരുതി കൂട്ടിയിട്ട് മുൻകൂട്ടി തീരുമാനിച്ചു. അപ്പോൾ ഇത്രയും വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ഉടമയായ സാറിന് അതായത് 2000 കോടീൻ്റെ ആസ്തിയാക്കി ഇത്രയും നല്ല കോൺഫിഡൻ്റായി ഇത്രത്തോളം എത്തിയൊരു മനുഷ്യൻ എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ലാന്ന് മനസ്സിലായില്ലേ? അപ്പം ഇത്രയും മാനസിക വിഷമം ഉണ്ടാക്കിയ സംഭവം എന്താണ്? അപ്പം ഈ ആത്മഹത്യക്കുറിപ്പിൽ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ സാർ എഴുതിയിട്ടുണ്ട്. അതൊക്കെ പിന്നോട്ട് നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെല്ലാം കാണികളും പ്രേക്ഷകരൊക്കെയാണ്. ഞാനും നിങ്ങളെപ്പോലെ കാണുന്നു കേൾക്കുന്നു. എന്നാലും ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഞാൻ റോയ് സാറിനെ ശരിക്കും കണ്ട് ഇതാക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ അനീഷിന് സമ്മാനം കൊടുത്ത സമയത്താണ്. ബിഗ് ബോസ് കാണലൊന്നുമില്ല, പക്ഷേങ്കിലും അനീഷിനെ പറ്റി കേട്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണാം. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കണ്ടു. അപ്പോൾ അനീഷിന് കപ്പ് കിട്ടാത്തപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. അപ്പം എൻ്റെ ഒരു ചോയ്സ് പറയുന്നത്, മറ്റേ ആൾ മോശം എന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് എനിക്ക് അനീഷിന് കിട്ടാത്ത സമയത്തുള്ള ഒരുപാട് ആൾക്കാർ പോലെ തന്നെ എനിക്കും ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ കേൾക്കുന്ന ന്യൂസാണ്, പിന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ റോയ് സാറ് അനീഷിന് 10 ലക്ഷം രൂപ അനുവദിച്ചു. എൻ്റെ അമ്മ അന്ന് ഉണ്ടായ ഒരു സന്തോഷം എന്ന് പറയുന്നില്ലേ, ആ ബിഗ് ബോസിൽ കപ്പ് കിട്ടിയ സന്തോഷമായിരുന്നു, അനീഷിന് കപ്പ് കിട്ടിയ സന്തോഷം. അപ്പോൾ അന്നാണ് ശരിക്കും സാറ് എന്ന് പറഞ്ഞൊരു വ്യക്തിനെ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചത് തന്നെ. സാധാരണ നമ്മൾ കേൾക്കുന്നുണ്ടെന്നല്ലാതെ കോൺഫിഡൻസ് ഗ്രൂപ്പും CJ കേൾക്കുന്നുണ്ടെന്നല്ലാതെ സാറിൻ്റെ ആ ഒരു നല്ല മനസ്സ് അന്നാണ് ശരിക്കും മനസ്സിലാക്കിയത്. അപ്പോൾ എന്തായാലും സാറിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഇനി വരുന്ന ന്യൂസുകൾ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം.